ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതും മെയ് മാസത്തിൽ നിറയെ പൂക്കുന്നതുമായ കുറച്ച് ചെടികൾ നമുക്കുണ്ടല്ലോ. ഒത്തിരി ചെടികളുണ്ട് അത്തരത്തിൽ. പക്ഷേ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്താൻ പറ്റുന്ന ചില ചെടികൾ, അതിലുള്ള ഒരു 5 എണ്ണത്തിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചെടികൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്കും വളർത്താൻ പറ്റുന്ന ചെടികളാണ്. വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്കിവ വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു എക്സ്പെൻസ് ഒന്നും ഇതിൽ വേണ്ടി വരുന്നില്ല. കോമൺ ആയിട്ട് കിട്ടുന്ന ചില വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ നിറയ്ക്കാൻ പറ്റും. എല്ലാ ഇയർ ത്രൂ ഔട്ട് ഫ്ലവേഴ്സ് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവണമെങ്കിൽ സീസണലായിട്ടുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ഏതാണെന്ന് കണ്ടെത്തി അത്തരമുള്ള പ്ലാന്റ്സിനെ വളർത്തുക എന്നുള്ളതാണ്. ഈ മെയ് മാസത്തിലെ അത്യുഷ്ണത്തിൽ നമ്മുടെ ഗാർഡൻ പൂക്കൾ കൊണ്ട് നിറയ്ക്കേണ്ടത് നമ്മുടെ ഓരോ ഗാർഡനറിൻ്റെയും ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെടികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി പ്ലാന്റ്സ് അത്തരത്തിൽ മെയ് മാസത്തിൽ പൂക്കുന്ന ചെടികളുണ്ട്, മെയ് മാസത്തിൽ വളർത്താൻ പറ്റുന്ന ചെടികളുണ്ട്. ഉഷ്ണകാലം സഹിക്കാൻ കഴിയുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിലുള്ള ഒരു 5 വെറൈറ്റി പ്ലാന്റ്സിനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്, അവയുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിലൊക്കെ അറിയാം. ഇന്ന് ഈ ഏതൊക്കെ ചെടികളാണ് അത്തരത്തിലുള്ള 5 ചെടികളെന്ന് ഞാൻ കാണിക്കുന്നതെന്ന് പറയാം. ആദ്യത്തേത് മാരിഗോൾഡാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതും നമ്മുടെ ഗാർഡന് ഏറ്റവും കളർഫുള്ളാക്കാൻ കഴിയുന്നതും വളരെ എക്സ്പെൻസീവ് അല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നതുമായ ഒരു പ്ലാന്റാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഫ്ലവേഴ്സുള്ള പ്ലാന്റാണ് മാരിഗോൾഡ്. പിന്നെ ഒത്തിരി ഫങ്ഷനും പൂജാ കാര്യങ്ങൾക്കും ഒക്കെ എടുക്കുന്ന ഫ്ലവർ ആയതുകൊണ്ട് ഹൈലി ഡിമാൻഡും ഉള്ള ഫ്ലവറാണ്. അപ്പം മാരിഗോൾഡിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സിനെയൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്താം. പല വെറൈറ്റീസ് ഉണ്ട്, അത് എല്ലാം നമുക്ക് കിട്ടുമെന്നിരിക്കില്ല. ചില കിട്ടുന്നതൊക്കെ നമുക്ക് വളർത്താം. ഇതൊക്കെ പല വെറൈറ്റിയിലുള്ള മാരിഗോൾഡിൻ്റെ കളക്ഷനുകളുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു ഫോട്ടോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനിലുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് മാരിഗോൾഡിനെ സെലക്ട് ചെയ്ത് വളർത്താൻ കഴിയും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം, കാരണം മറ്റുള്ള ചെടികളുടെ ഡീറ്റെയിൽസ് ആ വീഡിയോ വരുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എത്തിച്ചു കൊടുക്കുക, കമൻറ്റും ചെയ്യണം.
ആയിട്ട് സൺഫ്ലവർ, സൂര്യകാന്തി പൂക്കൾ. സൺഫ്ലവർ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ മെയ് മാസത്തിലെ അത്യുഷ്ണത്തിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സൺഫ്ലവർ. അപ്പോൾ സൺഫ്ലവറും വളർത്താനായിട്ട് നമുക്ക് പ്രയാസമൊന്നുമില്ല. നമുക്കതിൻ്റെ വിത്തുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളർത്തി കൊണ്ടുവരാമെന്നുള്ള ഗാർഡന് നല്ല ഭംഗി തരുന്ന പ്ലാന്റുകളാണ്. സൺഫ്ലവറിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോ കളക്ഷൻസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഗാർഡനിൽ മെയ് മാസ കളക്ഷനിൽ സൺഫ്ലവർ ഉൾപ്പെടുത്തണം. ഇനി വേനൽക്കാലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന മറ്റൊരു പൂച്ചെടിയാണ് സീനിയ. മെയ് മാസത്തിൽ വളർത്താനും പൂക്കൾ നിറയെ തരുന്നതുമായ മനോഹരമായ ഒരു പൂച്ചെടിയാണ് സീനിയ. മിക്കവാറുമുള്ള വീടുകളിലൊക്കെ കാണുന്ന ഒരു ചെടി തന്നെയാണ്. അതിൻ്റെ പല കളേഴ്സും ഹൈബ്രിഡ് വെറൈറ്റീസും ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് അത് വാങ്ങി നമ്മുടെ ഗാർഡൻ നിറയ്ക്കാൻ, പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ വളരെ നല്ല ചെടിയാണ്. വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. എളുപ്പത്തിൽ കിളിർത്ത് വരുന്ന ഒരു ചെടിയാണ്. എളുപ്പത്തിൽ കിളിർത്ത് വരികയും എളുപ്പത്തിൽ ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചെടിയാണ്. അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഈ മെയ് മാസത്തിലെ അത്യുഷ്ണത്തിൽ പൂക്കൾ നിറയെ തരുന്ന പ്ലാന്റ്സാണ് സീനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.